രാവിലെ തന്നെ പണി തുടങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് നമ്മളാണ്ട് അലോയി കഴുകാൻ വേണ്ടി കൊണ്ട് കൊടുത്ത് നമുക്ക് ഇനി മറ്റേ ലവനോട് അൻസഫും കൂടെ വരാനുണ്ട്. അപ്പം അതിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അലോയൊക്കെ ഏകദേശം കഴുകി തീരാനായി. അത് കഴിഞ്ഞിട്ട് ഇതുകൊണ്ട് പെയിൻ്റ് അടിക്കാൻ തുടങ്ങണം. പെയിൻറ്റ് വാങ്ങണം, പെയിൻറ്റ് അടിക്കണം. നമ്മൾ ഇത് കഴിഞ്ഞിട്ട് പെയിൻറ്റ് അടിക്കണം. അലോയ്ക്ക് പെയിൻ്റ് അടിക്കാൻ വേണ്ടി പെയിൻറ്റ് എടുക്കാനായിട്ട് ഇവിടെ നാഷണലിൽ വന്നു. ഇപ്പം സിൽവർ കളറാണ് എടുക്കണം. പിന്നെ അതിനകത്ത് മറ്റേ തരിയൊക്കെ വരണത്. അതിന് വേണ്ടിയുള്ള പെയിൻറ്റ് ആർഡിനറി ക്ലിയർ അതൊക്കെ മേടിച്ച് പിന്നെ അടുത്ത വേറൊരു സാധനം വാങ്ങാനായിട്ട് അപ്പുറത്തെ കടയിലോട്ട് പോവുകയാണ്. നിനക്ക് എത്ര റേറ്റായെന്ന് ലാസ്റ്റ് പറയാം. നമ്മൾ അലുവിലടിക്കാൻ വേണ്ടി സിൽവർ പെയിൻറ്റ്, പിന്നെ അതിൻ്റെ ലാസ്റ്റ് അടിക്കുന്ന പെയിൻറ്റ്, പിന്നെ തിന്നർ, ക്ലിയർ, ആർഡിനറി എല്ലാം കൂടെ വാങ്ങി. അപ്പോൾ അതിന് ഏകദേശം ഒരു 1000 രൂപ അത്രയായുള്ളൂ. ഏകദേശം ഒരു 900 അത്രയായുള്ളൂ. ചുമ കുഴപ്പമില്ല. പിന്നെ ഇതിനൊക്കെ നല്ല റേറ്റുള്ളതാണ് അലോയ്ക്ക് അടിക്കണതായതുകൊണ്ട്. നമുക്കിതുകൊണ്ട് അടിക്കണ നല്ലേ കൊടുക്കാം. ഏകദേശം ഒരു ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ കയ്യിലുള്ള പണിയൊക്കെ ഇനി കുറച്ചേ ഉള്ളൂ. നമ്മൾ പെയിൻറ്റ് അടിക്കാനായിട്ട് 3-4 സ്ഥലത്ത് ചോദിക്കണം. എന്നിട്ട് ഏറ്റവും നല്ലപോലെ അടിക്കുന്ന സ്ഥലത്താണ് പെയിൻറ്റ് അടിക്കാൻ കൊടുക്കണം. അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് ചോദിച്ച് അപ്പോൾ അവിടെ വലിയ തൃപ്തി തോന്നിയില്ല. അങ്ങനെ അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ്. പെയിൻറ്റിൻ്റെ കാര്യത്തിൽ വേറെ വിട്ടുവീഴ്ചയൊന്നുമില്ല. അങ്ങേയറ്റം കിണ്ണമായിട്ട് പെയിൻറ്റ് അടിക്കുകയാണ്. അപ്പോൾ അടുത്ത സ്ഥലത്ത് പോയിട്ട് അവിടുത്തെ കാര്യങ്ങൾ ചോദിച്ചിട്ട് പറയാം. പെയിൻറ്റിൻ്റെ കാര്യത്തിനായിട്ട് ഇവിടെ വന്ന് ഇപ്പോൾ പെയിൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ ഇളക്കണം എന്നൊക്കെയാണ് ചോദിക്കണം. വണ്ടി ഒത്ത ഇളക്കേണ്ടി വരും. 5 മാത്രമല്ലാതെ കൊടുക്കേണ്ടി വരും. പെയിൻറ്റ് അടിക്കുന്നതിന് മുമ്പ് കൊണ്ടുപോയി അടിയും എല്ലാം ഒന്ന് കഴുകിയിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ അടി കഴുകാനായിട്ട് വന്ന് നിൽക്കുകയാണ്. അടി കഴുകിയിട്ട് പെയിൻറ്റ് അടിക്കാൻ കൊണ്ടുപോകും. നമ്മൾ പെയിൻറ്റിൻ്റെ കാര്യമൊക്കെ സെറ്റാക്കി എടുത്താൽ നമ്മളെന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്തുള്ള പെയിൻറ്റ് അടിക്കേണ്ട സാധനങ്ങളെല്ലാം മാറ്റിയിട്ട് ബാക്കി സാധനങ്ങളാണ് വെക്കാറുള്ളത്. അപ്പോൾ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വണ്ടിയിൽ ഇനി ഒന്നുമില്ല, എഞ്ചിൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി ഹെഡ്ലൈറ്റ്, ടെയിൽ ലൈറ്റ്, നമ്പർ ബോർഡ് അതൊക്കെ അഴിക്കണം. അത് കഴിച്ചിട്ട് കൊണ്ട് കൊടുക്കാം. ബാക്കി പിന്നെ ഇടാം. അപ്പോൾ ഇതൊക്കെ അഴിച്ച് കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോ ഇടാം. ഇവിടെ പെയിൻ്റ് അടിക്കാനായിട്ട് കൊണ്ടുവന്നത് KNKയിലാണ് കൊണ്ടുവന്നത്, നമ്മുടെ കല്ലറ തന്നെ. ഇപ്പോഴും ആദ്യം ഈ സാധനങ്ങളെല്ലാം അഴിക്കണം. പിന്നെ അഴിച്ചുകൊണ്ടിരിക്കണം. നമ്മളെ കൊണ്ട് പറ്റാത്ത ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധനങ്ങളൊന്നും കുറച്ചൊക്കെ ഉള്ളായിരുന്നു. ഇപ്പോഴീ സാധനങ്ങളൊക്കെ അഴിച്ച് കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോ ഇടാം. കുറേ അഴിക്കാനുണ്ട്. ബമ്പർ, ഹെഡ്ലൈറ്റ്, ലൈറ്റുകൾ എല്ലാം അഴിക്കണം. എല്ലാം അഴിച്ചിട്ടേ ഇവിടെ ഇട്ടിട്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ പെയിൻറ്റ് കാര്യങ്ങളൊക്കെ നമ്മളാണ് മേടിച്ച് കൊടുക്കുന്നത്. പെയിൻറ്റൊക്കെ നമ്മൾ മേടിച്ച് കൊടുക്കും. പിന്നെ അതിൻ്റെ ചെയ്യാനുള്ള സാധനങ്ങൾ മൊത്തം നമ്മൾ വാങ്ങിക്കൊടുക്കും. പെയിൻറ്റ് ഏത് കളറ് അതൊക്കെ നമ്മളാണ് വാങ്ങിക്കൊടുക്കണം. ബാക്കി അടിക്കണതും ക്ലിയർ എല്ലാം അത് ഇവിടെയാണ് ചെയ്യണം. പിന്നെ ബാക്കി അഴിച്ചിട്ട് പറയാം. നമ്മളെ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിവിടെ പെയിൻ്റ് അടിക്കാൻ ഇട്ട് ഇനി നമ്മളെ ഭാഗത്തു നിന്നുള്ള പണിയൊക്കെ കഴിഞ്ഞ് ഇനി പെയിൻ്റ് അടിച്ച് കിട്ടിയിട്ട് ബാക്കി അലോയി, സബ്, അകം, ഇൻറ്റീരിയർ അതൊക്കെ സെറ്റാക്കണ വീഡിയോ എടുത്ത ഉടനെ വരും. എന്തായാലും ഡെയിലി വീഡിയോ വേണം വണ്ടിയില്ലെങ്കിലും. അതിലൊക്കെ കാണണമെങ്കിൽ കണ്ടോളി.